ഹായ് ഗോൾഡൻ ടേസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് ഇച്ചിരി ചെടി മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ യാദൃശ്യമായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇനി ഇപ്പോൾ ചെടികളൊന്നും വാങ്ങിക്കുന്നില്ല, നടന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കണ്ടപ്പോൾ പിന്നെയും കൈ തുടങ്ങി. ഏതായാലും ചെറിയ വിലയ്ക്ക് കിട്ടിയതാണ്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് വെച്ചിട്ട് നന്നായില്ലെന്നൊരിക്കൽ പൈസ തരണ്ട എന്നുള്ളൊരു ഇതിലാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. ഞങ്ങൾ പരിചയക്കാരാണ് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് ഇത് കൂട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നാച്ചുറലായിട്ടുള്ള ചെറിയ ചെടികൾ വെച്ചിട്ട് അതെല്ലാം നശിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പിന്നെ നാടൻ തന്നതാണ് കേട്ടോ, അത് നാടനാണ് ആ ചെടിയെ, ജമന്തി. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ കൂടെ കൂടി ഒന്ന് റിപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചട്ടിയാണ്. ആ ചട്ടിക്കകത്ത് നല്ല മണ്ണ് പച്ചില കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ചാണകപ്പൊടിക്ക് പറഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പോൾ ആ പച്ചില കമ്പോസ്റ്റ് ഒരു ചട്ടി വീതം അതിൻ്റെ അടിയിലിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ കുറച്ച് മണ്ണും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുമ്മായമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിന് ബാക്കി വളങ്ങളൊക്കെ നമുക്ക് പയ്യെ കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാനത് സെറ്റാക്കുക കേട്ടോ. അതിൻ്റെ അടിയിലാണ്, ചട്ടിയുടെ അടിയിലാണ് ഞാൻ നല്ല സൂപ്പറായിട്ട് ഇഷ്ടം പോലെ വാരിയിട്ട് ചെടി മണിയാക്കി ഞാൻ അങ്ങോട്ട് നടുക. പിന്നെ പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ അങ്ങനെ വിചാരിച്ച. കാരണം എനിക്ക് ഈ ബഡ് തൈകളൊന്നും തന്നെ എനിക്ക് പിടിച്ചിട്ടില്ല, എന്തോ അതങ്ങ് ചീഞ്ഞു പോവുക. പക്ഷേ അത് അവർ പറയണത് ഞാൻ വളം ഒരുപാട് ചെയ്യുന്നുണ്ട്, സത്യം അത് കേട്ടോ. എൻ്റെ അടുക്കളയിലുള്ള വളങ്ങളെല്ലാം ഞാൻ അതുകൊണ്ടൊക്കെ ചോട്ടിക്കട കൊണ്ട് ഒഴിച്ചു നോക്കുക. അത് അധികമായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊക്കെ നാടൻ ജമന്തിയാണ്. നാടൻ്റെ പുറകെ പോകാൻ ഒന്നിനെ കൊണ്ടും കൊള്ളത്തില്ല. അന്നേരത്തെ ആ ഒരു കാഴ്ചയേ ഉള്ളൂ, ബാക്കി ചെടികൾക്കല്ല. എന്നിട്ട് ഫംഗിസൈഡൊക്കെ നല്ലതുപോലെ ഞാൻ അടിച്ച് നല്ല റെഡിയാക്കി ഞാൻ വെക്കുവാണ്. പോകുകയില്ലെന്നുള്ള പ്രതീക്ഷയിൽ തണലത്താണ് നമ്മൾ വെക്കുക. ആദ്യം ഇങ്ങനെ ചെയ്യുക, നന്നായിട്ട് കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. കാരണം അവർക്കതൊന്നും വലിക്കാൻ ആരോഗ്യം വരുന്നതേ ഉള്ളൂ. കൂടിൽ നിന്നും പ്രത്യേകിച്ച് മറ്റ് കൂട്ടിനകത്തുനിന്ന് കുറേ മണ്ണുകളെല്ലാം കളഞ്ഞിട്ട് അതിനെ അങ്ങനെ വെക്കുമ്പോൾ വലിയ വളത്തിൻ്റെ നടുക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. സംഭവമൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ കൂടിപ്പോയിട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇത് വലിയ ഇതില്ലാതെ കൊണ്ടിട്ട്, കാരണം നമ്മൾ ആർക്കും ഒരു കുറച്ച് വളമൊക്കെ അല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ നമുക്കങ്ങ് ചെയ്യുവാണ്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കമൻസൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.